സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ആദ്യം പറയുന്ന നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായ നമ്പറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പറാണ്. ഡിവിസിബിലിറ്റി ചെക്ക് പറയുമ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ എന്താ വെച്ച് കഴിഞ്ഞാൽ 11 നമ്പറാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് 2, 3, 4 ഒരു ഓർഡറിൽ തുടങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഒന്നേ ഉള്ളൂ, ഇഷ്ടപ്പെട്ട് പഠിക്കാനുള്ളതാണ്. ഡിവിസിബിലിറ്റി നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കണമെങ്കിൽ ആദ്യമുള്ള നമ്പർ 11 പഠിക്കാൻ നല്ലത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഡറിൽ നമുക്ക് പോകാം. പലരും പഠിപ്പിക്കുന്നുണ്ടായിരിക്കുക 2, 3, 4, 5 ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു രസമില്ല നമുക്ക് ചേഞ്ച്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് വ്യത്യസ്തത വേണ്ടേ, അപ്പോഴല്ലേ രസമുള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 11ൻ്റെ ഡിവിസിബിലിറ്റി ബൈ 11. 11ൻ്റെ ഹരണ സാധ്യത പഠിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ സംഖ്യകൾ തരുമല്ലോ നമുക്കിവിടെ. അതിൽ തന്ന സംഖ്യകൾ നോക്കി, ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്, ABCD 4 ഓപ്ഷനിൽ. ഇതിൽ ഏതിനെ 11 കൊണ്ട് ഹരിക്കാം എന്ന് ചോദ്യം എക്സാമിന് വരാം. ചെറിയ ചോദ്യമാണ്, നമ്മൾ തുടക്കത്തിൽ കുറച്ച് വലിയ നമ്പേഴ്സൊക്കെ വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിപ്പോൾ ചിലപ്പോൾ നമുക്ക് ഹരിച്ച് നോക്കാൻ തോന്നാം, പക്ഷേ വലിയ ചോദ്യം വന്നാൽ പറ്റൂ ഇല്ല, അതിൻ്റെ ആൻസർ അതിൻ്റെ ലോജിക്കാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ എന്ത് ചെയ്താൽ മതി വെച്ചാൽ 1 ഇടവിട്ട നമ്പറുകൾ പ്ലസ് ചെയ്യുക. 1 ഇടവിട്ട നമ്പറുകൾ പ്ലസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇടവിട്ട നോക്കി, ഇവിടെ 1 അല്ലേ, ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ നിന്ന്. 1 പ്ലസ് ചെയ്തു 2, 1 ഇടവിട്ട 2 പ്ലസ് ചെയ്തു 4. ആദ്യം പ്ലസ് ചെയ്ത് വെക്കുക, അതാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ കിടക്കട്ടെ. അടുത്ത് ഈ 1 ഇടവിട്ട നമ്പർ 1 കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് കൊടുത്താൽ അടുത്ത 1, 2. ഈ 2 അല്ലേ, ഒരു ഗ്യാപ്പ് കൊടുത്താൽ അടുത്ത എന്താണ് 3. ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, അടുത്ത വലിയ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇവിടെ നോക്കി, ഇവിടെ 1 ഈ ഒരെണ്ണം ഒഴിവാക്കി അടുത്ത് പ്ലസ് ചെയ്യുക 3. ഈ 2 3 പ്ലസ് ചെയ്തു. പ്ലസ് ചെയ്യാന്ന് മനസ്സിലാക്കി. ഇവിടെ എന്താ വരിക, നിങ്ങൾ ഒന്ന് മനസ്സിൽ ചെയ്ത് നോക്കി, 3, 2. ഇനി ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമ്മൾ അതൊരു മഴവില്ലാണ് കേട്ടോ, റെയിൻബോ. കുറച്ച് വലിയ നമ്പറാണെന്ന് ആലോചിക്കുക. 14, 5, 6, 7, 8 ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇടവിട്ട നമ്പർ നോക്കി, ഇവിടെ എന്തൊക്കെയുള്ളത് 1, 5 നോക്കി, ഒരു മഴവില്ല് പോലെ ആലോചിക്കുക. 5, 7 നോക്കി, 1 ഇടവിട്ട നമ്പർ അല്ലേ. അതുപോലെ പ്ലസ് ചെയ്യേണ്ട കേട്ടോ, നോക്കിയ 6, 6, 7, 13 മുകളിൽ കിട്ടി. ഇവിടെ മുകളിൽ എന്താ കിട്ടി, 2, താഴെ 4, മുകളിൽ 3, താഴെ 3. ഇവിടെ നോക്കി 6, 4, 10, 6, 4, 10, 8, 18 താഴെ കിട്ടി. നോക്കി മുകളിലൊരു മഴവിലിന് താഴെയുണ്ട്, നോക്കി നേരെ ഓപ്പോസിറ്റൊക്കെ ആലോചിക്കുക. അപ്പോൾ ഇവിടെ കിട്ടിയ ആൻസേഴ്സ് തമ്മിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ വ്യത്യാസം എടുത്തു വയ്ക്കുക. അതായത് വലുതെന്ന് ചെറുത് കുറച്ചാൽ മതി. നോക്കി 4-ന്ന് 2 പോയി, 4-ന്ന് 2 പോയ 2 ഉത്തരങ്ങൾ ആദ്യം എഴുതി വെക്കുക, നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി, കുഴപ്പമില്ല. 3-ന്ന് 2 പോയി, 3-ന്ന് 2 പോയാൽ 1 ഉത്തരങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ് വേണ്ടത്. നോക്കി ഇവിടെ 3 - 3, 3 - 3 ഇവിടെ 0 വന്നു, നിങ്ങൾ മനസ്സിലാക്കണം. മുകളിൽ 3, താഴെ 3, 3 - 3 0. ഇവിടെ എന്താ വന്നത്, 3 - 2 1. ഇവിടെ നിങ്ങൾ ആലോചിക്കുക, മനസ്സിൽ കുറച്ച് നോക്കി, 18 മുകളിൽ 13, 18-ന്ന് 13 പോയാൽ 5 വരും. ഇവിടെ വ്യത്യസ്തമായിട്ട് കിടക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം നോക്കിയാൽ ഇവിടെ 2 സംഖ്യകൾ മുകളിലും താഴെയുള്ളത് കുറയ്ക്കുമ്പോൾ 0 കിട്ടിയല്ലോ. ഇങ്ങനെ 0 അല്ലെങ്കിൽ എന്തൊക്കെ കിട്ടണം, 0 അല്ലെങ്കിൽ 11 ആവാം, വ്യത്യാസം ഉണ്ടോ പറഞ്ഞ്, 11 ആവാം, 22 ആവാം, 33 ആവാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള സംഖ്യകൾ, അതായത് ഇപ്പോൾ ഇവിടെ C നമ്പർ നമ്മളെന്ത് പറഞ്ഞു, ഇവിടെ ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഇത്ര വളരെ സിമ്പിളാണ്. എന്താണ്, 1 ഇടവിട്ട നമ്പറുകൾ പ്ലസ് ചെയ്യുക, ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം അത് തമ്മിൽ കുറച്ച് കിട്ടുന്ന ഇത് ഒന്നുകിൽ നമുക്ക് എന്താവണം, 0 ആയാൽ കുഴപ്പമില്ല, ഇത് 0 അല്ലല്ലോ 5, അതുകൊണ്ട് ഇത് പറ്റില്ല. ഇവിടെ 0 ആവാം, അല്ലെങ്കിൽ 11, 22, 33 ഇങ്ങനെ 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടിലും ഏതെങ്കിലും ഒരു സംഭവം ശരിയായി കഴിഞ്ഞാൽ അതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ഇത് ഒന്നുകൂടി വ്യക്തമാവണമെന്ന് വിചാരിക്കുന്നുണ്ടാവും ചില ആളുകൾ. അപ്പോൾ അതിനാണ് ഞാൻ അടുത്തൊരു വലിയ ക്വസ്റ്റ്യൻ, കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തത് 11ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 സംഖ്യകളാണ്. ഈ 2 വലിയ സംഖ്യയിൽ ഏത് എണ്ണം അല്ലെങ്കിൽ ഏതാണ് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, അതാണ് ചെക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഹരണ സാധ്യത പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമ്മളെന്താണ്, ഒരു പോസിബിലിറ്റി വർക്കൗട്ട് ചെയ്യാൻ നോക്കാം നമുക്കിവിടെ. ശരി, നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ 1 ഇടവിട്ട സംഖ്യകൾ മാത്രം കൂട്ടുക. 1 ഇടവിട്ട ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട്, അപ്പോൾ നോക്കി 2, 4, 6 ഒരു ഗ്യാപ്പ് കൊടുത്തില്ലേ, 2 കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തു, 4 കഴിഞ്ഞിട്ടൊരു 1 ഇടവിട്ടു, 1 പിന്നെ എന്താണ് 1 ഇങ്ങനെയായിട്ട് 1 ഇടവിട്ട നമ്പറുകൾ പ്ലസ് ചെയ്യുക. ഇനി നോക്കി 8, 6, 5 പ്ലസ് ചെയ്യുക. അത് മുകളിലും താഴെയായിട്ട് എഴുതി വയ്ക്കുക. എത്ര ഇവിടെ കിട്ടുക, 4, 2, 6, 1, 7, 1, 8. മുകളിൽ 8 കിട്ടി, താഴെ എന്ത് വരും, 8, 6, 14, 14, 5, 19 കിട്ടിയല്ലോ. അങ്ങനെ എഴുതി വെച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം, തമ്മിൽ കുറയ്ക്കുക. 19-ന്ന് 8 കുറയ്ക്കുക. ഒന്നുകിൽ നമ്മളെ കൺസെപ്റ്റ് എന്താണ്, ഉത്തരം 0 ആയാൽ സംഭവം നമ്മൾ രക്ഷപ്പെട്ടു, നമ്മളെന്താണ് ഇത് ആൻസർ വന്നു. 0 അല്ലെങ്കിൽ എന്താവണം, 11, 22 അങ്ങനെ 11ൻ്റെ മൾട്ടിപ്പിൾ ആയാൽ ഓക്കെയാണ്.
അപ്പോൾ നമ്മളിവിടെ ചെയ്തു 19 8 കുറച്ചു. ഓക്കെ, സംഭവം റെഡിയാണല്ലോ. 19 8 കുറച്ചപ്പോൾ എന്ത് വന്നു? 11 വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ഓക്കെയാണ്. 0 നേരത്തെ 0 ആയിരുന്നു, ഇനി 0 അല്ലാതെയും വരെ എങ്ങനെയാവാം? വ്യത്യാസം 11 11ൻ്റെ മൾട്ടിപ്പിളോ. 11ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താവാം? വ്യത്യാസം മേ ബി 22 ആയാൽ നമുക്ക് ഓക്കെ പറയാം, 33 ആയാൽ ഓക്കെ പറയാം, 44 ആയാലും ഓക്കെ പറയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എഴുതി വെച്ചോളൂ. ഇപ്പോൾ തന്നെ എന്താണ് നമ്മളിങ്ങനെ ഒന്നിടവിട്ട് മഴവില്ല് പോലെ കൂട്ടുക എന്ന് പറഞ്ഞാൽ മതി, ആലോചിച്ച് കഴിഞ്ഞാൽ മതി. എങ്ങനെ ചെയ്താൽ മതി? ഇങ്ങനെ ഒരു റെയിൻബോ പോലെ പ്ലസ് ചെയ്യാണ്ട് മുകളിലും താഴെ എന്താണോ കിട്ടുന്നത് അത് തമ്മിൽ വ്യത്യാസം എടുക്കുക. ഈ വ്യത്യാസം 0 അല്ലെങ്കിൽ 11ൻ്റെ ഘടകം അല്ലെങ്കിൽ ഗുണിതം എന്ന് പറയാമല്ലോ, ഘടകമല്ല, 11ൻ്റെ ഗുണിതങ്ങളാവുമ്പോൾ മൾട്ടിപ്പിൾ ആവുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ സംഖ്യ പറ്റുമെന്ന് പറയാം. ഇനി ഇത് പറ്റൂല്ലേ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മേ ബി പറ്റാം അല്ലേ, ചെയ്യാൻ പറ്റാതിരിക്കാം, ഡിവൈഡ് ചെയ്യാൻ പറ്റാതിരിക്കാം അല്ലേ. 11ൻ്റെ ഡിവിസിബിലിറ്റിയാണ് പറഞ്ഞത്. നമ്മൾ ചെയ്യേണ്ടത് നോക്കി, ഇവിടെ 3 7 ഒന്നിടവിട്ട് ഒരു മഴവിൽ നോക്കി, നെക്സ്റ്റ് 1 ഇവിടെ 1 മാറിപ്പോയി. ഇങ്ങനെ എഴുതുമ്പോഴേ ചില ആളുകൾ ഫോക്കസ് കുറയുമ്പോൾ എന്തായാലും 4 7 പ്ലസ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. 4 8 പിന്നെ നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ 3 അല്ലേ ഉള്ളത്. നോക്കി, ഇവിടെ 3 ഗ്യാപ്പിട്ടൊന്ന് 7 7 ഇവിടെ 3 7 3 10 1 11 അല്ലേ. 7 3 10 1 11 3 14 14 നമ്മുടെ മനസ്സിലുണ്ട്. ഇനി 8 4 12 3 നോക്കി, 8 4 12 3 15. ചെറിയൊരു പിഴവൊന്നുമില്ല, ചെറിയ പിഴവല്ല, തെറ്റ് വന്നതല്ല. നമ്മളെന്ത് പറയാം? ഇതിൻ്റെ ഏകദേശം അടുത്ത് വന്നു. 14 14 ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, 14 14 ആണെങ്കിൽ 0 ആയിട്ട് പോയിരുന്നു. പക്ഷേ നമ്മൾ ചെറിയൊരു അടുത്ത് എന്താണ് ഈ നമ്പറിൻ്റെ എവിടെയോ തൊട്ടടുത്ത് എവിടെയൊക്കെ കിടക്കുന്നുണ്ട് ഈ 11 ഡിവിസിബിലിറ്റി. നമുക്ക് നോക്കാം. എന്തായാലും 15 14 കുറച്ചു, നമുക്ക് 1 കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാം? ഇതിന് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ നമുക്ക് എന്താവണം? ഒന്നുകിൽ ഇത് 0 ആയാൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ 11 ആയാലും കുഴപ്പമില്ല. 0 11 അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്താണ് ആ വ്യത്യാസങ്ങൾ ഇട്ടോ എന്നാണ് പറഞ്ഞത്. അല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്? ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഇതിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നമ്മുടെ ബുക്കിലൊക്കെ ഒന്ന് എഴുതിയിട്ടൊന്ന് ഹരിച്ച് നോക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഹരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡിവിസിബിലിറ്റി ചെക്കിൽ നമുക്ക് ഇത് സ്ഥിരമായിട്ട് വരുന്നൊരു നമ്പറാണ്. നമുക്ക് അടുത്ത നമ്പേഴ്സ് നമ്മൾ എങ്ങനെയാണ് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ GK പഠിക്കുന്ന പോലെ കണക്ട് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. നമ്മളെന്താണ് ഒരു GK ഫാക്റ്റ് നമ്മളെങ്ങനെയാണ് പഠിക്കുക? ഒരു കാര്യം പഠിച്ച് അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കും. ഇതുപോലെ നമ്മളെന്താണ് കണക്ട് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത നമ്പേഴ്സിലേക്ക് നമുക്ക് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം നേരത്തെ പറഞ്ഞ പോലെ കണക്ട് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. 11 കഴിഞ്ഞു, നമ്മൾ ഓൾറെഡി 11ൻ്റെ ഡിവിസിബിലിറ്റി കഴിഞ്ഞു. ഇനി പഠിക്കാൻ പോകുന്നത് 3ൻ്റെയും 9ൻ്റെയും ഡിവിസിബിലിറ്റിയാണ്. സോ എഴുതി വയ്ക്കുക. നിങ്ങളെന്താണ് ഈ ഒരു ഓർഡറിൽ പഠിച്ച് നമുക്ക് വളരെ ഈസിയാണ്. മറ്റേ നമ്മൾ 2 3 4 ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് പഠിച്ചു പോയിട്ട് രസമൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ 3ഉം 9ഉം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഞാൻ 1 2 3 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിൽ ചിലപ്പോൾ 2 എണ്ണം ഉണ്ടാവാം കേട്ടോ 3ൻ്റെ ഡിവിസിബിലിറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും 3 എണ്ണമൊക്കെ വരാം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വരാം? മേ ബി എന്താണ് എല്ലാം വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും 2 3 എണ്ണമൊക്കെ വരുള്ളൂ. ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ആകെ ചെയ്യേണ്ടത് എല്ലാ അക്കങ്ങളും തമ്മിൽ കൂട്ടുക. ഇതിൻ്റെ തന്നെ ഈ സെയിം സംഭവം തന്നെയാണ് 9ന് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ 3ഉം 9ഉം കണക്ട് ചെയ്ത് പഠിക്കുക. 3ഉം 9ഉം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എല്ലാം കൂട്ടി വെക്കുക. 6ഉം 2ഉം 8 8ഉം 3ഉം അല്ലേ 11ഉം 6ഉം 17 അക്കങ്ങളുടെ തുക എഴുതി വെച്ചു. ഇവിടെ 17 കിട്ടി. 1ഉം 4ഉം 5ഉം 3ഉം 8ഉം 4ഉം 12 കിട്ടി അക്കങ്ങളുടെ തുക. ഇവിടെ എന്ത് കിട്ടി? 4ഉം 2ഉം 6. എങ്ങനെ വേണമെങ്കിൽ കൂട്ടാം. 4 2 6 7ഉം 13ഉം 5ഉം 18 കിട്ടി. തെറ്റിച്ച് വയ്ക്കാൻ പാടില്ല. 3ഉം 4ഉം 7ഉം 5ഉം 12ഉം 2ഉം 14 കിട്ടി. നമുക്ക് ആദ്യം 3ൻ്റെ ഡിവിസിബിലിറ്റി പറയാം, അതാണ് കുറച്ചുകൂടി നല്ലത്. 3ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് എങ്ങനെ ചെയ്യാം, ഹരണ സാധ്യത എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അക്കങ്ങളും കൂട്ടുക. തന്നിട്ടുള്ള ചെറുതാണോ വലുതാണോ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂട്ടി കിട്ടുന്ന തുക നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യുക. നോക്കി മനസ്സിൽ വെച്ച് 17 12 18 14. ഈ തുകയിൽ ഏതിനെയൊക്കെ 3 കൊണ്ട് ഹരിക്കാം? എളുപ്പമല്ലേ? 12നെ 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ എന്താണ് 14 34 3 കൊണ്ട് ഹരിക്കാം. നമ്മൾ അടുത്ത പോയിന്റ് 18 ഇവിടെ നോക്കി, 18നെ 3 കൊണ്ട് ഹരിക്കാമല്ലോ. അത് കൂട്ടി കിട്ടിയ തുകയെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് എൻ്റെ ചോദ്യം. ഇത് പറ്റും. ഇവിടെ 17 ആയതുകൊണ്ട് ഇത് പറ്റില്ല. ഇവിടെ 14 ആയതുകൊണ്ട് ഇതും പറ്റില്ല. കാരണം എന്താണ്? 14നെ ഹരിക്കാൻ പറ്റില്ല, അപ്പോൾ ഇതിനെയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഇവിടെ 17നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, അപ്പോൾ ഇതിനെയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ഇവിടെ 18നെയും 12നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ആൻസർ ഉണ്ട് ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഏതൊക്കെയുള്ളത്? 14 34 57 42. അപ്പോൾ ഇത് രണ്ടിനെയും നമുക്ക് എന്താണ് ഈ 2 ഓപ്ഷനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതെങ്ങനെ 9ഉമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 9ൻ്റെ ഡിവിസിബിലിറ്റി നമുക്ക് ഇതേ സംഖ്യകൾ വെച്ചിട്ട് തന്നെ പറയാം. 3 ചെയ്ത സെയിം കൺസെപ്റ്റാണ് 9നും ചെയ്യേണ്ടത്.
അക്കങ്ങളെല്ലാം നോക്കി തന്നിട്ടുള്ള എല്ലാം കൂട്ടി വെക്കുക. അതൊക്കെ കൂട്ടി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാനിവിടെ കൂട്ടി വെക്കുക, പ്ലസ് ചെയ്യുക. ഇതൊക്കെ പ്ലസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ലോജിക്ക് മനസ്സിലാക്കുക. നമ്മൾ ഓൾറെഡി പ്ലസ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കിട്ടി? 17 കിട്ടി, 12 കിട്ടി, 18 കിട്ടി, 14 കിട്ടി. നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യത്രേ ഉള്ളൂ. 3ൻ്റെ ആയപ്പോൾ ഇതെന്താ വന്നിട്ടുണ്ടായിരുന്നത്? ഈ കൂട്ടി കിട്ടുന്ന 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 17 3 കൊണ്ട് ഡിവൈഡ് ചെയ്യില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ 3ൻ്റെ പഠിച്ച പോലെ നേരെ ഇതുപോലെ പഠിച്ചു വെക്കുക. 9ൻ്റെ ഹരണസാധ്യ ഡിവിസിബിലിറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കൂട്ടി കിട്ടുന്നത് എന്താണോ അതിനെ 9 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റൂ. ഇവിടെ 12നെ പറ്റുമോ? ഇല്ല. 12/9 ചെയ്താൽ പോയിൻ്റൊക്കെ വരും, അത് പറ്റില്ല. 17/9 ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവിടെയും പ്രശ്നമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആകെ ഒരേ ഒരു ഓപ്ഷനുള്ളൂ. 18/9 ചെയ്താൽ കറക്റ്റായിട്ട് ദശാംശം ഒന്നുമില്ലാതെ കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ എന്താണ്? 57 42നെയും 9 കൊണ്ട് ഹരിക്കാം. ഇവിടെ പറ്റുമോ? 14 9 ഇതും പറ്റില്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 9 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? തുക എന്ത് തുകയാണ്? അക്കങ്ങളുടെ തുക. ഓരോ അക്കങ്ങളുടെ എല്ലാം കൂട്ടി വെക്കുക. കൂട്ടി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഹരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു എക്സാമ്പിളിലേക്ക് പോകാൻ എൻ്റെ മനസ്സിലിപ്പോൾ തോന്നിയ നമ്പറാണ് 42 35 67. പെട്ടെന്ന് അക്കങ്ങളുടെ തുക കൂട്ടി വയ്ക്കുക. കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ 10ലേക്ക് കൂട്ടാൻ പറ്റുമോ നോക്കുക. നോക്കിയാൽ ഇവിടെ 7 3 10 അല്ലേ? 10 കിട്ടിയില്ലേ? 10 5 15 6 21 21 6 എന്ത് വന്നു? 21 6 27 വന്നു. 27 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 9 കൊണ്ട് കൃത്യമായിട്ട് ഹരിക്കാം. ഇതിനെ 9 കൊണ്ട് ഹരിക്കാം. 27നെ 3 കൊണ്ടും പറ്റുമല്ലോ. 27നെ 3 കൊണ്ടും പറ്റും. അപ്പോൾ ഇതിനെ 3 കൊണ്ടും ഹരിക്കാം. അപ്പോൾ ഒരു കോമൺ ലോജിക്ക് എന്താ നമുക്ക് മനസ്സിലായത്? ഇതിപ്പോൾ എന്തോ റാൻഡമായിട്ട് ഇങ്ങനെ എന്തോ ഭാഗ്യം കൊണ്ട് കറക്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ 9 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന എല്ലാ സംഖ്യയും നമുക്ക് എന്ത് പറയാം? 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ആ ലോജിക്ക് കൂടി മനസ്സിലാക്കുക. ഒറ്റ സംഭവം ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അക്കങ്ങളുടെ തുക 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? എങ്കിൽ എന്താണ്? 3ൻ്റെ ഡിവിസിബിളാണ്. അക്കങ്ങളുടെ തുക 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? എങ്കിൽ ഈ നമ്പറും 9ൻ്റെ ഡിവിസിബിളാണ്. സോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നോക്കാം. സോ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കാൻ പോവാണ്. 2 ഇപ്പോൾ പഠിക്കും, 4 കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കും. അടുത്തത് പഠിക്കേണ്ടത് 8ആണ്. 2 3 ഇത് ഈ ഒരു 3 എണ്ണം ഒരേ പാറ്റേണിൽ പഠിക്കാം. നിങ്ങൾക്ക് 2 വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും അറിയണമാണ്. ഒരു സംഖ്യയിൽ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പകുതിയാക്കാൻ പറ്റുമോ? അതല്ലേ ലോജിക്ക്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 100നെ 2 കൊണ്ട് ഹരിക്കാം. കാരണം എന്താണ്? 100നെ പകുതിയാക്കാം. 218നെയും 2 കൊണ്ട് ഹരിക്കാം, പകുതിയാക്കാം. 317നെ പറ്റുമോ? ഇല്ല, പകുതിയാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ട് ഇതൊരു ഒറ്റ സംഖ്യയാണ് അല്ലേ? ഒറ്റ സംഖ്യ ആവണമെങ്കിൽ അവസാനം ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് മാത്രമേ പറ്റുള്ളൂ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ ഒരു സംഖ്യ എടുക്കുകയാണ് ഞാൻ. 146 6 വന്നാൽ പറ്റും. 392 2 വന്നാൽ പറ്റും. 149 പറ്റുമോ? ഇല്ല. അതായത് അവസാനത്തെ അക്കമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അവസാനത്തെ അക്കങ്ങൾ ഒരു സംഖ്യയുടെ അവസാനം എന്തൊക്കെ വരാം ഇരട്ട സംഖ്യ ആവണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു സംഖ്യ ഏതൊരു സംഖ്യ ഉണ്ട് അതിന്റെ ലാസ്റ്റ് ഭാഗത്തുള്ള സംഭവം ഞാൻ പറഞ്ഞു. അവസാനത്തെ അക്കം അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഇനി അവസാനത്തെ അക്കം എന്ന് പറഞ്ഞത് യൂണിറ്റ് പ്ലേസ് ആണ്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്തൊക്കെ വരാം ഇരട്ട സംഖ്യ ആണെങ്കിൽ? 2 വരാം, 4 വരാം, 6 വരാം, പിന്നെ എന്ത് വരാം? 8 വരാം. ഇത് മാത്രമല്ലല്ലോ, ഒരു 0 വരാലോ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ നമുക്ക് പറയാം 2 4 6. അവസാനത്തെ ഒരക്കമാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ 0 2 4 6 8 ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഞാൻ 2 സംഖ്യകൾ ഇവിടെ പറയുന്നത്. നിങ്ങൾ യെസ് ഓർ നോ എന്നൊന്ന് മനസ്സിലാലോചിച്ച് നോക്കുക. യെസ് ആണ് യെസ് എന്ന് നേരെ എഴുതി വെക്കുക. നോ ആണ് നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചാൽ മതി. 1129 4128 നേരെ ഒന്ന് എഴുതി വെച്ച് നിങ്ങളിപ്പോൾ നോട്ടിൽ എഴുതുകയാണെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഒരു ലൈവ് പോലെയൊക്കെ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യാം. ചെക്ക് ചെയ്തു. അവസാനത്തെ 9, അവസാനത്തെ 8. ഇവിടെ യെസ് എന്ന് പറയാം, എന്തുകൊണ്ടാണ്? 8 ആണ്. ഇവിടെ നോ എന്ന് പറയാം, എന്തുകൊണ്ടാണ്? 9 ആണ്. നമുക്ക് എന്ത് വേണം? ഇരട്ട സംഖ്യ ആയിരിക്കണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 2 4 6 8 0 എന്നീ സംഖ്യകൾ അവസാന അക്കം വരണം എന്നൊന്ന് നോട്ടിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. അടുത്ത നമ്മൾ ഇതുപോലെ തന്നെ 4ന്റെ പഠിക്കുക. ഇത് പഠിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയിരിക്കും. സംഭവത്തിലേ ഉള്ളൂ. അവസാനത്തെ ഒരക്കം നമ്മൾ ടെസ്റ്റ് ചെയ്തൂല. അവസാനത്തെ അക്കം ഒറ്റ ഒന്നാണ്. 2ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത്. 4ന് എന്താ വരിക? ഇതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് നമുക്ക് അടുത്ത 4ന്റെ ഡിവിസിബിലിറ്റിക്ക് പോവാം. അപ്പൊ 4ന്റെ ഡിവിസിബിലിറ്റി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരക്കമല്ല ടെസ്റ്റ് ചെയ്യുന്നത്, അവസാനത്തെ 2 അക്കങ്ങളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കുറെ സംഖ്യകൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതാൻ എനിക്കിപ്പോൾ മനസ്സിൽ തോന്നുന്ന നമ്പറാണ്. ഒരു 132 ഒരു സംഖ്യയുണ്ട്. 145 ഉണ്ട്. 234 ഉണ്ട്.
ഒരു 419 ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അവസാനത്തെ രണ്ടക്കം നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഞാൻ അവസാനത്തെ രണ്ടക്കം ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ അവസാനത്തെ രണ്ടക്കം നമുക്ക് എന്ത് വേണം, ഒരു സാധ്യത പറഞ്ഞു ഒന്നുകൂടി ഉണ്ട് 4 ചെക്ക് ചെയ്ത് നോക്കാനുള്ളത്. അതായത് അവസാനത്തെ രണ്ടക്കം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. 32നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ? ഓക്കെ, ഇത് പറ്റും. 45നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 34നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 34നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇല്ല. കാരണം 8 4 32 ആണ്. ഇല്ലെങ്കിൽ പകുതിയുടെ പകുതി ആക്കാൻ പറ്റണം. അതല്ലേ ലോജിക്? ഈ സംഖ്യ നോക്കിയേ, 32ന്റെ പകുതിയുടെ പകുതി എടുക്കാം 16, അതിന്റെ പകുതി 8 എന്ന് പറയാം. അതേപോലെ 19 419 പറ്റുമോ? ഇല്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട സംഭവത്തിലേ ഉള്ളൂ. 4537 എഴുതാണ് പറ്റുമോ? ഇല്ല. 37 ആണെങ്കിൽ പകുതി എടുക്കാനേ പറ്റില്ല, അല്ലെങ്കിൽ 4 കൊണ്ട് ഹരിക്കാനേ പറ്റില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് 300, ഇതൊക്കെ ഒന്ന് ഞാൻ ക്ലിയർ ചെയ്യാം, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ ഇത് കംപ്ലീറ്റ് ഒന്ന് ക്ലിയർ ചെയ്യാണ്, അല്ലെങ്കിൽ കുറച്ച് സ്പേസ് നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, ഇത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഞാൻ എന്ത് ചോദിച്ചാൽ എഴുതി വെച്ചു 360 28 450 ഒരു 14 എഴുതി വെച്ചു കേട്ടോ. 14 ഇത് രണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് ഏതൊക്കെയാണ് വരിക എന്നുള്ളത്. 28 ഉണ്ട്. 28നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ? 4 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ പകുതിയുടെ പകുതി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു. 14 അവസാനത്തെ രണ്ടക്കാണ്. 4ന്റെ ഡിവിസിബിലിറ്റിക്ക് അവസാനത്തെ രണ്ടക്കാണ്. 14നെ നമുക്ക് എന്താണ് ഹരിക്കാലോ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? തെറ്റാണ്. 14നെ നമുക്ക് എന്താണ് 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതെന്താണ്? ഇത് പോസിബിൾ അല്ല, ഇത് നടക്കില്ല. 360 28 പറ്റും, പക്ഷെ ഈ ഒരു നമ്പർ നമുക്ക് പറ്റില്ല എന്ന് തന്നെ നമുക്ക് വേണം പഠിക്കാൻ. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കുറച്ച് എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയിട്ട് ഒരു ടെസ്റ്റിംഗ് നടത്തി വെക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഒരു ഓപ്ഷൻ എ എന്ന് എഴുതുന്നുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതുന്നത് 69 686 69 686. ഓപ്ഷൻ ബി ഞാൻ ഇവിടെ എഴുതുന്നത് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട്. ഓപ്ഷൻ ബി 73 934 എഴുതുന്നുണ്ട്. ഓപ്ഷൻ സി ഞാൻ എഴുതി. നിങ്ങൾ ഇപ്പൊ തന്നെ ചെക്ക് ചെയ്ത് നോക്കട്ടോ. 53 120. അടുത്തത് ഓപ്ഷൻ ഡി ഞാൻ നോക്കി. എന്താ ഉള്ളത്? 81 14. ഓക്കെ, 81 14. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 86നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ലോജിക്ക് ഇത്രയേ ഉള്ളൂ. 2 പ്രാവശ്യം പകുതിയാക്കാൻ പറ്റണം, ഇത്രേ ഉള്ളൂ. 2 പ്രാവശ്യം പകുതിയാക്കാൻ 4 കൊണ്ട് പറ്റും. 86ന്റെ പകുതി എത്ര വരും? 43. 43നെ പിന്നെ പകുതിയാക്കാൻ പറ്റുമോ? അതുകൊണ്ട് 4 കൊണ്ട് പറ്റില്ല. നിങ്ങൾ ഹരിച്ചു നോക്കുക. 34നെ പകുതിയാക്കാം 17, പിന്നെ പകുതിയാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ 34നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 2 പ്രാവശ്യം പകുതിയാക്കാൻ പറ്റുമോ? അത് നമുക്ക് 8ൽ ആവശ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി 20നെ പറ്റുമോ? പറ്റും. 14 പറ്റില്ല. അവസാനത്തെ രണ്ടക്കങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇത് മാത്രമല്ല, ഒരു സംഭവം കൂടി ഉണ്ട്. നിങ്ങൾ അവസാനത്തെ രണ്ടക്കം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 4200 വരികയാണ്. അവസാനത്തെ രണ്ടക്കങ്ങൾ 2 0 ആയാലും നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യാം. അപ്പൊ 2 കാര്യങ്ങളുള്ളത്. അവസാനം നിങ്ങൾ എഴുതി വെച്ചോ, 4ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് എന്താണ്? അവസാന രണ്ടക്കങ്ങൾ നോട്ട് എഴുതി വെക്കുക. അവസാന രണ്ടക്കങ്ങൾ 4 കൊണ്ട് ഹരിക്കാൻ കഴിയണം, അല്ലെങ്കിൽ 2 0 ആയിരിക്കണം. നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. അവസാനത്തെ രണ്ടക്കങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ 2 0 ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിവിസിബിലിറ്റി ചെക്ക് 4ന്റെ കഴിഞ്ഞു. ഈ പാറ്റേൺ നമ്മൾ മനസ്സിലായി. ഒരെണ്ണമായിരുന്നു 2ന്റെ. 4ന്റെ 2 എണ്ണം നമ്മൾ ചെക്ക് ചെയ്തു. അപ്പൊ 8ന്റെ എന്ത് വരും ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കാം. നമുക്ക് അടുത്ത 8ന്റെ ഡിവിസിബിലിറ്റി ചെക്കിലേക്ക് പോവാം. അപ്പൊ 8ന്റെ ഡിവിസിബിലിറ്റി ചെക്കിൽ ആദ്യം തന്നെ പറയട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, 2ന്റെ കേസിൽ ഒരക്കം നമ്മൾ എന്താണ് നോക്കാൻ പറഞ്ഞു. 4ന്റെ കേസിൽ 2 അക്കങ്ങൾ നോക്കാൻ പറഞ്ഞു. 8ന്റെ കേസിൽ ഞാൻ നോക്കാൻ പറയുന്നത് അവസാന 3 അക്കങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസാനത്തെ 3 അക്കങ്ങൾ. ഇത് ഞാൻ ഇപ്പൊ തന്നെ ഒരു ലോജിക്ക് പറയാം. അവസാനത്തെ 3 അക്കങ്ങൾ ഒന്നെങ്കിലും 3 0 ആയാൽ മതി. ഇപ്പൊ എങ്ങനെയൊക്കെ ആവാം? 4 ഇങ്ങനെ വരാം, 3 0 ആവാം. ഇല്ലെങ്കിൽ എന്ത് വരാം? 1000 12000 ഇങ്ങനെ 3 0 ആയാൽ നമുക്ക് ഓക്കെയാണ്. ഇവിടെ നോക്കിയാൽ നമ്മൾ 8ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് പറഞ്ഞ പോലെ അവസാനത്തെ 3 അക്കങ്ങൾ 0 ആയാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വന്നു, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3 4 ഓപ്ഷൻസ് ഞാൻ തന്നിട്ടുണ്ട്. അവസാനത്തെ 3 അക്കങ്ങൾ എടുത്തു നോക്കി. നിങ്ങൾ നോക്കി ഇവിടെ അവസാനത്തെ 3 അക്കങ്ങൾ എടുക്കുമ്പോഴേ ഇതിനെ നമ്മൾ എന്താണ് ഈ 2 പറഞ്ഞ പോലെ 4 എന്തായിരുന്നു പറഞ്ഞ 2 അക്കങ്ങൾ എടുക്കുക. ഈ അവസാനത്തെ 2 അക്കങ്ങൾ 4ന്റെ ഡിവിസിബിൾ ആണോ ചെക്ക് ചെയ്തു, ഹരിക്കാൻ പറ്റുമോ നോക്കി. ഇവിടെ നമ്മൾ നോക്കേണ്ടത് അവസാനത്തെ 3 അക്കങ്ങൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇത് പറ്റുമോ നിങ്ങൾ ആലോചിച്ച് നോക്കി. 8 കൊണ്ട് പറ്റില്ല, ഒറ്റ സംഖ്യയാണ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് 682. 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതിയുടെ പകുതി 3 പ്രാവശ്യം പകുതി എടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് 8 കൊണ്ട് ഹരിച്ചു നോക്കുക. നിങ്ങൾക്ക് സംശയിച്ചിട്ടുള്ള ആളുകൾ ഈ കൺസെപ്റ്റ് പറയാൻ മനസ്സിലാവാത്ത ആളുകൾ എന്ത് ചെയ്താൽ മതി,
682 8 കൊണ്ട് ഹരിക്കുക. ഞാൻ ചെയ്യുന്നത്രേ ഉള്ളൂ, പകുതിയുടെ 3 പ്രാവശ്യം പകുതി എടുക്കും. നോക്കി ഇവിടെ 3 4 1, പിന്നെ പകുതി എടുക്കാൻ പറ്റും. 6ന്റെ പകുതി 3, 8ന്റെ പകുതി 4, 2ന്റെ പകുതി 1. പിന്നെ നമുക്ക് ഇവിടെ പകുതി എടുക്കാൻ പറ്റില്ല, അപ്പൊ ഇത് പോസിബിൾ അല്ല. 418 ഞാൻ ചെയ്യുന്നതാണ് 3 പ്രാവശ്യം പകുതി എടുക്കാൻ പറ്റുന്നു. 418ന്റെ പകുതി എത്രയാ വരിക? ആൻസർ നോക്കി ഇവിടെ 4 2 209. പിന്നെ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതും പറ്റില്ല. പക്ഷെ 240 നമുക്ക് നോക്കി ഇവിടെ 240 120 60 30, അല്ലെങ്കിൽ 240 തന്നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയൊക്കെ നോക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവസാനത്തെ 3 അക്കം എടുക്കുക. നിങ്ങൾക്ക് ഇനി ഇങ്ങനെയാണ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്ത് നോക്കാം. എന്റെ റൂള് നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റില്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യാം. ഒന്നേ ഉള്ളൂ അവസാനത്തെ 3 അക്കങ്ങൾ എന്ന് പറയുന്നത് 3 0 ആവാം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാം, 3 അക്കങ്ങൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പാറ്റേൺ ഇത്രയേ ഉള്ളൂ. 2 എന്താ നമ്മൾ പറഞ്ഞത്, അവസാനത്തെ ഒരക്കം അല്ലേ നമ്മൾ പറഞ്ഞു. 4-ന് എന്ത് പറഞ്ഞു, അവസാനത്തെ 2 അക്കം. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. 8 അവസാനത്തെ 3 അക്കം. വീഡിയോ ഒന്നുകൂടി കണ്ടിട്ട് എഴുതി വെക്കുക നോട്ട്സ്. നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതി വെക്കുക. എന്താണ് അവസാന 3 അക്കങ്ങൾ 0. അതുപോലെ ഡെഫിനേഷൻ പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഈസി ആവുക. അപ്പോൾ നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഒരു 1 to 11 വരെ എഴുതി വെച്ചിട്ട് ഏതൊക്കെ കഴിഞ്ഞു എന്ന് നോക്കിയാൽ മതി. 11 നമ്മൾ കഴിഞ്ഞു അല്ലേ, 11 കഴിഞ്ഞു, 3 9 കഴിഞ്ഞു, 2 4 8 കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 5ൻ്റെയും 10ൻ്റെയും ഡിവിസിബിലിറ്റി ഒക്കെ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? എല്ലാ ചെറിയ കുട്ടികൾക്കും അറിയാം. 10ൻ്റെ ഡിവിസിബിലിറ്റി അറിയണത് എന്താണ്, അവസാനത്തെ അക്കം 0 ആയ പോലെ. 10ൻ്റെ ഡിവിസിബിലിറ്റി എന്താണ് 520. 4200 അവസാനം 0 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 10ൻ്റെ ഡിവിസിബിലിറ്റി ആണത്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾ ഈ 5ൻ്റെ ഡിവിസിബിലിറ്റി മനസ്സിലാക്കേണ്ടത്, അതും നമുക്ക് സാധാരണക്കാരനൊക്കെ അറിയാം. ഇപ്പോൾ ഒരു 135നെ 5 കൊണ്ട് ഹരിക്കാമല്ലോ, 210നെയും 5 കൊണ്ട് ഹരിക്കാമല്ലോ, 347നെയും 5 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ല. എന്തുകൊണ്ടാണ്? അവസാനത്തെ സംഖ്യ നിങ്ങൾക്ക് തന്നെ അറിയാം. 7 വന്നാലൊന്നും പറ്റില്ല, 1 2 3 വന്നാലൊന്നും പറ്റില്ല. അപ്പോൾ 5ൻ്റെ ഹരണ സാധ്യത 10 ഞാൻ പറഞ്ഞ പോലെ 0 ആയാൽ മതി. 5ൻ്റെ ഹരണ സാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവസാനത്തെ അക്കം ഒന്നുകിൽ 5 0 ആയിരിക്കണം, അല്ലാതെ 7 8 9 4 3 ഒന്നും പറ്റില്ല. അപ്പോൾ ഒന്ന് എഴുതി വെച്ചോ, 5ൻ്റെ ഹരണ സാധ്യത അവസാനം 5 അല്ലെങ്കിൽ 0 നമുക്ക് അറിയുന്ന സംഭവം തന്നെയാണ് 5ൻ്റെ ഹരണ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത ഹരണ സാധ്യത ഡിവിസിബിലിറ്റി ചെക്ക് പറയുന്നത് 6 എന്നുള്ള നമ്പറാണ്. നമ്പർ 6 ആണ് പറയുന്നത്, 6ാമത്തെ നമ്പർ. അപ്പോൾ ഈ നമ്പർ 6 എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പഠിച്ച 2 നമ്പർ കണക്ട് ചെയ്ത് ചെയ്താൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കി, 6 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ 2 നമ്പർ ഗുണിച്ചതാണ്. ഏതൊക്കെ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താണ്? 3ഉം 2ഉം അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇത് 2 കൊണ്ടും ഹരിക്കാൻ പറ്റണം, ഇതിനെ 3 കൊണ്ടും ഹരിക്കാൻ പറ്റണം. അപ്പോൾ 6ൻ്റെ എങ്ങനെ പഠിച്ചാൽ മതി, ആ ഒരു നമ്പർ കൊടുത്തത് 2ലും ഡിവിസിബിൾ ആവണം, 3ലും ഡിവിസിബിൾ ആവണം. നമ്മളത് 2ഉം ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. 2 എണ്ണം ചെക്ക് ചെയ്യണം. 6 ആവുമ്പം അല്ലേ 2ഉം ചെക്ക് ചെയ്ത് നോക്കണം. 2ൻ്റെ ഹരണ സാധ്യത പറ്റുമോ, 3ൻ്റെയും പറ്റുമോ നോക്കണം. 2ൻ്റെ പെട്ടെന്ന് പറയാമല്ലോ നമുക്ക് എന്താണ്, അവസാനത്തെ സംഖ്യ നമ്മൾ പറഞ്ഞ പോലെ ഇരട്ട സംഖ്യ അല്ലെങ്കിൽ 2 4 6 8 ഇത് പറ്റുമോ? 1 വരുന്നത് അവസാന സംഖ്യ 1 ആവോ? ഇല്ല. 9 ആവോ? അതും ഇല്ല. അപ്പോൾ ആദ്യം നിങ്ങൾ 2 ചെക്ക് ചെയ്ത് നോക്കുക, അതാണ് വേണ്ടത്. 6ൻ്റെ ചെക്ക് ചെയ്യുമ്പോഴേ ആദ്യം 2 ചെയ്ത് അവസാനത്തെ അക്കങ്ങൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ 8 അല്ലേ, 8ഉം പറ്റും, ഇവിടെ 8 അതും കുഴപ്പമില്ല. അപ്പോൾ അവസാനത്തെ അക്കം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ എന്താണ്, ഒറ്റ സംഖ്യയാണ് കേട്ടോ. ഇത് ഒറ്റ സംഖ്യ ആവുകൊണ്ടാണ് 2 കൊണ്ട് പറ്റാത്തത്. ഇനി ഇത് 2ഉം മാത്രം നമ്മളെ കയ്യിലുള്ളൂ. മേ ബി ചിലപ്പോൾ 4ഉം ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ 6 ആണെങ്കിൽ നമ്മൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കണ്ടേ? 6 എല്ലാം അല്ല, ഇവിടെ ചെക്ക് ചെയ്യണം, അത് വേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവസാനത്തെ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണെന്ന് ചെക്ക് ചെയ്യുക. ഇരട്ട സംഖ്യയാണെങ്കിൽ എല്ലാം ചെക്ക് ചെയ്യാൻ നോക്കിയാൽ 1ഉം 9ഉം നമ്മൾ ഒഴിവാക്കി. ഇനി ഇത് പ്ലസ് ചെയ്ത് നോക്കുകയാണ്, 3ൻ്റെ ഡിവിസിബിൾ ആണ് നോക്കും. ഇതും പ്ലസ് ചെയ്ത് നോക്കുകയാണ്, 3ൻ്റെ ഡിവിസിബിൾ ആണ് നോക്കും. നമുക്കിവിടെ എന്തൊക്കെയാണ് നോക്കിയാൽ ഇവിടെ നമ്മൾ പ്ലസ് ചെയ്യുന്ന ലോജിക്ക് ഞാൻ പറയാൻ നോക്കിയാൽ ഇവിടെ പെട്ടെന്ന് 8 അല്ലേ, 2 8 10 ഇതാണ്. പെട്ടെന്ന് 10ലേക്ക് കൂട്ടാൻ പ്ലസ് എളുപ്പമാണ്. 2 8 10 8 18 4 22 22ഉം 1 23 23ഉം 4ഉം എന്താണ് 27 27 വന്നു. അപ്പോൾ നമുക്കിവിടെ 27 നോക്കിയാൽ ഇവിടെ ഡിവൈഡ് ബൈ 3 ആണ്. ഇത് പറ്റും, കുഴപ്പമില്ല. ഇതിപ്പോൾ ABCD 4 ഓപ്ഷൻ എക്സാമിനാണ് ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തൽക്കാലം ഈ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ചെയ്ത് നോക്കാം. 8ഉം 2ഉം 10 10 8 18 4 22 1 23 9ഉം 32. അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഇവിടെ 32 ആണ്, അത് പറ്റില്ല. 27 പറ്റും,
ഇവിടത് പറ്റുമോ, ഇതൊന്നും പറ്റില്ല, ഇതൊന്നും ഓപ്ഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 32 പറ്റുമോ, ഇല്ല 33 ആണെങ്കിൽ ഓക്കെ ആണല്ലേ. കൂട്ടുമ്പോഴേ നിങ്ങൾ ഈ ലോജിക്ക് യൂസ് ചെയ്യുക. 10ലേക്കൊക്കെ കൂട്ടിയിട്ട് പ്ലസ് ചെയ്യുന്ന എളുപ്പമാണ്. നോക്കി 8ഉം 2ഉം 10, ഇവിടെ 9, 1ഉം 10 അങ്ങനെയും കൂട്ടാട്ടോ. അപ്പോൾ നമുക്ക് പ്ലസ് ചെയ്യുമ്പോൾ കിട്ടി. ഇവിടെ നോക്കിയേ 2 കൊണ്ടും 3 കൊണ്ടും പറ്റണം. 2 കൊണ്ട് നമ്മൾ ഓൾറെഡി അത് ചെക്ക് ചെയ്തു, ഇപ്പോൾ 3 കൊണ്ടും ചെക്ക് ചെയ്തു. അപ്പോൾ 6 കൊണ്ട് ഇതിനെ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കൂടുതലായിട്ട് നമ്മളത് ഫോക്കസ് ചെയ്യുക. എന്തായാലും നിങ്ങളെന്താണ് അടുത്ത ഒരു നമ്പർ കൂടി എന്തോ ബാക്കിയുണ്ടല്ലേ. 1 മുതൽ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു +2 അല്ലെങ്കിൽ നമ്മൾ SSLC പ്രിലിംസ് അല്ലേ, മീൻസ് എന്താണ് LDC LGSൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണത്. അപ്പോൾ അവർ പഠിക്കേണ്ട ഒരു 11 വരെയൊക്കെ പഠിച്ചാൽ മതി. ഇനി 12 നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ 12 എന്തിൻ്റെയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, 4ൻ്റെയും 3ൻ്റെയും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ അത്ര ഹയർ ലെവലിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം എന്താണ്, ഒക്കെ ഒരു സാധാ ചെറിയ എക്സാംസ് ആണ് ഇനി വരാനുള്ളത്. അപ്പോൾ 11 അതിന് ശേഷമുള്ളത് താഴൊക്കെ പഠിച്ചാൽ മതി. 12ൻ്റെ 4ഉം ചെക്ക് ചെയ്യണം, 3ഉം ചെക്ക് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒരു ലോജിക്ക് മനസ്സിലാലോചിച്ച് നോക്കുക. വലിയ നമ്പർ എനിക്ക് വേണമെങ്കിൽ എന്താണ് നിങ്ങളോട് 16 പഠിപ്പിക്കാം, 18ഉം 14ഒക്കെ പഠിപ്പിക്കാം. ഇതൊക്കെ വെറുതെയാണ്. നമുക്ക് അത്രത്തോളം ഹയർ ലെവലിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എക്സാം എത്രത്തോളം ഹൈ ലെവൽ അല്ലെങ്കിൽ ലോ ലെവൽ അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ലെവൽ പഠിച്ച് മനസ്സിലാക്കി പഠിക്കാനുള്ളതാണ് ആവശ്യമുള്ളത്. എന്തായാലും നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് നമ്പറാണ് 7. എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിവിസിബിലിറ്റി ഓഫ് 7, ഡിവിസിബിലിറ്റി ചെക്ക് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഞാനിപ്പോൾ ഡിവിസിബിലിറ്റി ഷോർട്ടായിട്ട് എഴുതിയാണ്. ഹരണസാധ്യത 7ൻ്റെ ഹരണസാധ്യത എന്ന് പറയാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 7-നൊരു പ്രത്യേകത ഭയങ്കര രസമാണ്. ഈ ചെറിയ നമ്പറാണ് ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ വലിയ നമ്പർ ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് 3 അക്ക സംഖ്യകൾ മാത്രം ഈ ഒരു റൂള് ഫോളോ ചെയ്യുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. 3 അക്ക നമ്പറുകൾ മാത്രം വരുന്ന സമയത്ത് നമുക്ക് എളുപ്പമാണ്. നോക്കാം നമുക്കിവിടെ എന്താ എടുക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ അവസാനത്തെ ഒരക്കം ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം എന്താണ് ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക. അവസാനത്തെ ഒരക്കം സ്പ്ലിറ്റ് ചെയ്തില്ല, അവസാനത്തെ 7, 4, 2 ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 7, 2 ഗുണിച്ചിട്ട് 14 ഇവ തമ്മിൽ കുറയ്ക്കുക. ഓക്കെ, 21, 14 കുറച്ചു. നമുക്ക് എന്ത് കിട്ടി? 21, 14 എന്ത് വരും ഇവിടെ? നമുക്ക് 21, 14, 7 കിട്ടി. ഓക്കെ, 7 ആണ് കിട്ടിയത്. ഇവിടെ നോക്കി അടുത്തത് 4, 2, 8 ഇവിടെ നമുക്ക് 7 കിട്ടി. 312, 2 × 2 4 ഇവിടെ 27 കിട്ടി. ഓക്കെ അല്ലേ? അവിടെ നോക്കി നിങ്ങളിവിടെ 31 ഇരട്ടി 2, 2, 2, 4 27, 4, 31. ഇവിടെ നമ്മൾ വന്നത് എന്തായിരുന്നു? 4, 2, 8, 8, 7, 15, 217 നമുക്ക് എന്താണ് 217 പെട്ടെന്ന് അറിയാം. ഓക്കെ, 7 5, 2 ഇരട്ടി എടുത്തു, 10 കൊണ്ട് ഗുണിച്ചില്ലേ, 10 കിട്ടി. അത് തമ്മിൽ കുറയ്ക്കുക, അതല്ലേ സംഭവം. നമ്മൾ ചെയ്ത ലോജിക് ഒന്നുകൂടി പറയാം. അവസാനത്തെ സംഖ്യയുടെ ഇരട്ടി എടുത്തിട്ടേ ഇതും കുറയ്ക്കുക. അപ്പൊ നമുക്കിവിടെ 7 കിട്ടി അല്ലെ. 21, 7. 15ഉം 4 നോക്കുകയാണെങ്കിൽ 4 ഇരട്ടി എടുത്തു, തമ്മിൽ കുറയ്ക്കുക. 15 ഇട്ട് കുറച്ചു 7. 31 അല്ലെ. 31 എന്ത് ചെയ്താൽ മതി? ഈ അവസാനത്തെ സംഖ്യയുടെ ഇരട്ടി 2 കൊണ്ട് ഗുണിച്ചു, 2, 2, 4. ആ വ്യത്യാസം എടുത്തു വെച്ചു. നമുക്ക് എന്ത് വന്നു? 2, 2, 4 27ഉം 4, 31. ഇവിടെ എന്ത് വന്നു? 38. 5, 2, 10 കുറച്ചു 28. നിങ്ങൾ ഇവിടെ നോക്കി ഇതിൽ ഏതൊക്കെയാണ് 7ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു നോക്കി. 7ന്റെ ഗുണിതം ഏതൊക്കെയാണ്? ഇതാവാം. ഓക്കെ, 217 ഓക്കെയാണ്. ഓക്കെ, ഇവിടെ വ്യത്യാസം കിട്ടുന്നത് 7 അല്ലേ കിട്ടുന്നത്. ഇവിടെയും 7, 154 ഓക്കെയാണ്. 312 താഴെ ഇവിടെ എന്താ വന്നത്? 27 പറ്റുമോ? ഇല്ല. 28 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. 28 7 ഡിവൈഡ് ചെയ്യാലോ. അപ്പോ അതും ഓക്കെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പൊ ഞാൻ നോക്കി 192 എടുക്കാന്ന് വിചാരിക്കാം. 2ന്റെ ഇരട്ടി എടുത്തു, തമ്മിൽ കുറച്ചു. 19 4 കുറച്ചപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ 19 4 കുറച്ചു 15 അല്ലേ വന്ന്. 19 4 കുറച്ചു 15. ഈ 15നെ 7 ഡിവൈഡ് ചെയ്യാൻ പറ്റൂ? ഇല്ല. അപ്പോ ഇതും പറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ചിതൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. 3 അക്ക സംഖ്യയാണ്. ഇതുപോലെ എഴുതേണ്ടതാണ്. അവസാനത്തെ ഒരക്കം എടുത്ത് ഇരട്ടി എടുത്തിട്ട് തമ്മിൽ കുറയ്ക്കുക. 7ന്റെ ഗുണിതമാവാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വരാം? 0. അപ്പൊ ഒന്ന് എഴുതി വെച്ചു. 7ന്റെ ഇങ്ങനെ കിട്ടുന്ന ഉത്തരം 7ന്റെ ഗുണിതമാകാം, അല്ലെങ്കിൽ 0 ആവാം. അപ്പൊ ഇതിൽ വലിയ സംഖ്യ ആവുമ്പോ എവിടെയാണ് ഇതിന്റെ സമയം എടുക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 38, 3, 6 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വലുതാവും തോറും ഇത് പ്രയാസമാണ്. നോക്കിയത് 6 സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. നമ്മൾ പറഞ്ഞതാണ് അവസാനത്തെ സംഖ്യ എടുത്തു, ഇരട്ടി എടുത്തു, 12 കുറച്ചു. നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 3, 2 കുറച്ചു 1. 8 1 കുറച്ചു 7, 371 കിട്ടി. അപ്പൊ ഇതും നമുക്ക് കൺഫ്യൂഷൻ ആണ്. നോക്കിയാൽ 371 7 ഡിവൈഡ് ചെയ്യാൻ പറ്റൂ?
അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ റൂൾസ് ഒക്കെ പറയുന്നത് നോക്കിയേ, ഈ കിട്ടിയ 371 വീണ്ടും 2 കൊണ്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ എന്താണ് 2 കുറയ്ക്കുക, 37 2 കുറയ്ക്കുക 35. ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ 38 36 നമുക്ക് എന്താണ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വിചാരിക്കുക. 7 5 35, പെട്ടെന്ന് ചെയ്യാലോ. 33 7 4 28. പിന്നെ എന്ത് വരും ഇവിടെ 8 8 56 7 8. നമുക്ക് ചില സമയത്ത് നമുക്ക് ഇത് എളുപ്പമായിരിക്കും, ചില സമയത്ത് ഇത് എളുപ്പമായിരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് വലിയ നമ്പർ ആണെങ്കിൽ ഇതിന് സമയം എടുക്കും. ഏതാണ് ഇങ്ങനെ കുറയ്ക്കേണ്ട സ്റ്റെപ്പ് കൂടുന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങളുടെ ലോജിക്കിൽ ചെയ്യാം. ഇപ്പൊ എന്ത് ചെയ്താൽ മതി, 49 53 4 കിട്ടുകയാണ്. ഈ 4 2 8 കുറയ്ക്കാം, ഇവിടെ നിന്ന് എഴുതുന്നതാണ് ഇന്ന് കുറയ്ക്കാം. അപ്പൊ എന്ത് വരും, ഇവിടെ 8 5 ഇവിടെ 4 49 45 കിട്ടും. പിന്നെ സ്പ്ലിറ്റ് ചെയ്യണ്ടേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, വലിയ നമ്പറിന് നിങ്ങൾ എന്താണ് നിങ്ങളെ തോട്ടെന്ന് ആലോചിക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന ചില സമയത്ത് ഞാൻ എന്താണ് വലിയ നമ്പർ എടുക്കുമ്പോൾ ഞാൻ ഡയറക്റ്റ് ഫോളോ ചെയ്ത് നോക്കും. അപ്പൊ എന്തായാലും ഒരു ഡിവിസിബിലിറ്റി ആവുന്നതൊക്കെ പറയേണ്ടത് ആവശ്യമാണ്. 7 കുറച്ചൊരു ഡിഫറെന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക.